ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഭരതനാട്യം സെക്കൻഡ് എന്ന മൂവിയെക്കുറിച്ച് പറയുവാനാണ്. മോഹിനിയാട്ടം. ഈ മൂവിയിൽ കുറേ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, വിനയ് ഫോർട്ട്, അതുപോലെ നമ്മുടെ ബേബി ജീൻ, ജഗദീഷ്, ഇങ്ങനെ കുറേ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഈ മൂവി എന്ന് പറഞ്ഞൊരു ഡാർക്ക് ഹ്യൂമർ സെൻസ് ഉള്ള ഒരു മൂവിയാണ്. ഈ തിയേറ്ററിൽ കയറുന്നവർക്ക് ചിരിച്ച് ചാകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എത്രത്തോളം ചിരിക്കാൻ പറ്റുമോ അത്രത്തോളം ചിരിക്കാൻ പറ്റും. വീട്ടിൽ വന്നാൽ പോലും അത് ആലോചിച്ച് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഒരു സീരിയസ് സിറ്റുവേഷൻ എങ്ങനെ കൊണ്ടുപോകണം എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കുടുംബക്കാരും അതോർത്ത് ചിരിക്കാനുള്ള നാട്ടുകാരുമാണ് ഇതൊരു മൂവി പറയുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ റിവ്യൂ ഇടുന്ന ടൈമിൽ ഈ മൂവിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. ഒരു സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഫണ്ണി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട്. അപ്പോൾ മൂവി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കാണണം. ഞാൻ സാധാരണ എല്ലാ മൂവീസിനും ഗ്യാരണ്ടി കൊടുക്കാറില്ല, പക്ഷേ ഈ ഒരു മൂവി മോഹിനിയാട്ടം എന്ന് പറയുന്ന മൂവിക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരുന്നുണ്ട്. കാരണം ഇത് അത്രയ്ക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ മൂവി കാണണം. ആരും മിസ് ചെയ്ത് തന്നാൽ നിങ്ങൾക്കാണ് നഷ്ടം. കാരണം ഫ്രഷ് ആയിട്ടുള്ള കോമഡീസ് ആണ് വാരി വിതറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരതനാട്യം മൂവിയുടെ ഒരു കലാശ കൊട്ടാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന മൂവി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ ഞാൻ 100% ഗ്യാരണ്ടി ഉണ്ട്. കുട്ടികളെ കൊണ്ട് തന്നെ പോകണം, എല്ലാവരും ഫാമിലി ആയിട്ട് പോകണം. ആ മൂവി ഫാമിലി മൂവിയാണ്. ഒരു എൻജോയ്മെന്റ്, ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് മോഹിനിയാട്ടം മൂവി. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമ്പോൾ 100% ഗ്യാരണ്ടിയാണ്. കാണാൻ പോകുന്നവർ ചിരിച്ച് മാത്രമേ പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. നമുക്ക് ആ ഒരു സീരിയസ് സിറ്റുവേഷൻ വീട്ടിൽ വന്നാൽ നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ബൈ.